ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ ഒരു പുതിയ ബൈക്ക് മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് KTM RC. സംഭവം നൈസ് ബൈക്കാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാണ്, ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഒരു മിനിറ്റ്, എനിക്കൊരു മെസ്സേജ് ഒന്നുമല്ലോ. MVD ആണ് മെസ്സേജ് അയച്ചേ. ഐ ശരി ഗൈസ്, അതെ പണി കിട്ടിയിട്ടാ. എനിക്കിവിടെ ഫൈൻ കിട്ടിയേക്കാ, അതും 500 രൂപ. ഹെൽമെറ്റ് വെക്കാത്തനാ ഫൈൻ കിട്ടിയേ. അവർ പിന്നെ ഫോട്ടോ വരെ അയച്ചെന്നുണ്ട്. ഫോട്ടോ കുഴപ്പമില്ലല്ലോ, ഫോട്ടോ നൈസായി കേട്ടാ, ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിടാം. എന്നാലും നമുക്ക് ഫൈൻ കിട്ടിയില്ലേ? എനിക്കങ്ങനെ ഫൈനൊന്നും കിട്ടാറില്ല ഏട്ടാ. ഞാൻ ഇത്രയും കാലം ഹെൽമെറ്റ് ഇല്ലാണ്ട വണ്ടി ഓടിക്കാറ്. ഇതെനിക്ക് ആദ്യമായിട്ടാ ഫൈൻ കിട്ടണേ, അതും 500 രൂപ. എന്തുട്ടായാലും കുഴപ്പമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഫൈൻ അടയ്ക്കാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവർത്തിയില്ല. ഭാഗ്യമുണ്ട്, ഓവർ സ്പീഡിങ്ങിനൊന്നും ഫൈൻ കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ പണിപ്പാളേന്. ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 1500 രൂപയെ ഫൈന്, ഹെൽമെറ്റ് ഇടാത്തതിന് 500, ടോട്ടൽ 2000 രൂപ ഫൈൻ കിട്ടിയേനെ. നമുക്ക് പിന്നെ എന്തോ ഭാഗ്യത്തിന് ഓവർ സ്പീഡിന് ഫൈൻ കിട്ടിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം, എന്നിട്ട് ഫൈൻ അങ്ങ് അടയ്ക്കാം. ഇപ്രാവശ്യം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, റിസ്ക് എടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ വീണ്ടും ഒരു 500 കിട്ടേ. പോലീസ് സ്റ്റേഷൻ പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പോലീസുകാരൊന്നും ഇല്ലേ? അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ സാറിനോട് സംസാരിക്കാം. എടാ ഫ്രാങ്ക്ലിനെ, എന്തായി? പൈസ കൊണ്ടുവന്നാ? ആ സാറേ, ഞാൻ പൈസ കൊണ്ടുവന്നു. എന്നാലും ഇതൊരു ചതിയായി പോയിട്ടാ. ചതിയാ? എന്തുട്ട് ചതി? നീ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചേനാ ഞാൻ നിനക്ക് ഫൈൻ തന്നേ, അല്ലാണ്ട് വെറുതെ ഒന്നും ഞാൻ ആർക്കും ഫൈൻ കൊടുക്കില്ല. തൽക്കാലം ആ പൈസ ഇങ്ങ് തന്നേക്ക്. ആ സാറേ, ഞാൻ പൈസ തരാം. സാറേ അതെ, ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടോ. 500 രൂപയല്ലേ ഫൈന്, ഒരു 300 തന്നാൽ മതിയാവോ? ഡിസ്കൗണ്ട് ഒന്നുമില്ല, മര്യാദയ്ക്ക് 500 അങ്ങ് അടച്ചേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. ഉള്ള കാര്യം ഞാൻ പറയാം. ഡിസ്കൗണ്ട് ചോദിച്ചു വന്നേക്കണ്. ഓക്കെ, ഇവിടെ ഞാൻ ഫൈനൊക്കെ അടച്ചേക്കാണ് കേട്ടാ, ഗൂഗിൾ പേ വഴി അയച്ചേ. എന്നാലും ഒരു 500 അങ്ങ് പോയി കിട്ടി. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് മാന്യമായിട്ട് വണ്ടി ഓടിക്കാം, അതിനെ നിവർത്തിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, റോഡിൽ ബാക്കിയുള്ളവരും പതുക്കെ വണ്ടി ഓടിക്കണേ. നമ്മുടെ സിറ്റിയിലിപ്പോൾ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്കാർ പതുക്കെ വണ്ടി ഓടിക്കണേ. എന്തെങ്കിലും ആവട്ടെ. ഒരു മിനിറ്റ്, അവിടെ ഞാൻ എന്തോ കണ്ടുല്ലോ. അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് കേട്ടാ, ആ ബൈക്കിൻ്റെ കളർ മാറുണ്ട്. ഗൈസ് ഇത് കണ്ടില്ലേ, ഈ ബൈക്കിൻ്റെ കളർ മാറുണ്ട്. അത് KTM RC തന്നെയാണ് കേട്ടാ, എൻ്റെ സെയിം ബൈക്കാ, പക്ഷെ അതിൻ്റെ കളർ മാറുണ്ട്. ഇതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട് കേട്ടാ. ഈ വണ്ടി കാണാനേ നല്ല ഭംഗിയുണ്ട്. ഞാനും ഇതേപോലെ മോഡിഫൈ ചെയ്താലോ എന്നാ ആലോചിക്കണേ. അല്ല, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ഐ ശരി, എൻ്റെ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കാണല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസിനെ വിളിക്കേ? എന്തിന്? പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വണ്ടി അടിച്ചു മാറ്റാനല്ലേ വന്നേ. അതെ, അങ്ങോട്ട് നോക്കിയേ, എൻ്റെ കയ്യിലും ആ സെയിം ബൈക്കുള്ളത്. ഞാനിപ്പോൾ നിങ്ങളുടെ വണ്ടി അടിച്ചു മാറ്റണേ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഐ ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ നിൽക്കണേ? നീ കുറേ നേരമല്ലോ ഇവിടെ നിൽക്കണേ. അതെ, നീ കള്ളം പറയണ്ട, നീ എൻ്റെ വണ്ടി അടിച്ചു മാറ്റാനാ വന്നേ. ഓ, ഇയാൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അതെ, ഒരു കാര്യം ചെയ്, എന്നാ പിടിച്ചോ, ഇതേ കിടക്കണോ അവിടെ. പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ ഞാനിപ്പോൾ നിർത്തി ചെയ്യാ. എനിക്ക് പിന്നെ അയാളുടെ ബൈക്ക് അടിച്ചു മാറ്റണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം രണ്ടും സെയിം ബൈക്കാണ്, ഒരേപോലത്തെ ബൈക്ക് എന്തിനാ അടിച്ചു മാറ്റണേ? എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതേപോലെ മോഡിഫൈ ചെയ്യാം കേട്ടാ. ഈ ബൈക്കും RGBക്ക് മാറ്റാം. എൻ്റെ ബൈക്കിൻ്റെ കളർ പിന്നെ ഓറഞ്ചാ, ഓറഞ്ചും വൈറ്റും അങ്ങനത്തെ ഒരു കോമ്പിനേഷനാ. നമുക്കപ്പോൾ ഈ ബൈക്കും RGBക്ക് മാറ്റാം, അന്നേരം ഇതിൽ എല്ലാ കളറും വരും. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഇതാണ് ആ വർക്ക്ഷോപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ബൈക്ക് മോഡിഫൈ ചെയ്യാം. ഹലോ ചേട്ടാ, അതെ ഈ കാണുന്ന ബൈക്കില്ലേ, അതൊന്നും പെടായിട്ട് മോഡിഫൈ ചെയ്യണം. ഈ ബൈക്കിൻ്റെ കളർ മാറ്റണം, അത് RGB ആക്കണം.
ഇതിൽ എല്ലാ കളറും വരണേ. അതേപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? ആടാ ഫ്രാങ്ക്ലിന് അതേപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബും ചെയ്യണം. എന്നാലേ ഞാൻ ഈ വണ്ടി മോഡിഫൈ ചെയ്യുള്ളൂ. ആണോ? എന്നാൽ ശരി ഗൈസ്, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഓക്കെ. എടാ ഫ്രാങ്ക്ലിന് നീയപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാൻ സെറ്റാക്കി തരാം. 1 hour later. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ കഴിഞ്ഞേക്കാൻ കേട്ടാ. ഇതേപോലെ ഉണ്ട് നമ്മുടെ പുതിയ ബൈക്ക്. ഇത് കണ്ടില്ലേ, ഇതിൽ എല്ലാ കളറും കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് RGB ബൈക്ക് എന്ന് പറയാ. ഇതിപ്പോൾ മൾട്ടി കളറാ. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആക്കാൻ പറ്റുണ്ടാ. പച്ച, മഞ്ഞ, ചോപ്പ, നീല ഏത് കളറിൽ വേണമെങ്കിലും ആക്കാം. അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട്. എന്തുട്ടായാലും നമ്മുടെ ബൈക്ക് നൈസായി കേട്ടാ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് പതുക്കെ പോവാം, അല്ലെങ്കിൽ വീണ്ടും ഫൈൻ കിട്ടേ. അതിപ്പോൾ ഏതായാലും വേണ്ട.